സ്റ്റുഡൻസ്, നാഷണൽ അക്കാഡമിയുടെ ഇന്നത്തെ എക്സാം ഓറിയന്റഡ് ലൈവ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ ബയോളജിയുടെ ലൈവ് സെക്ഷനാണ്. ഓക്കെ, ബയോളജിയുടെ ലൈവ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതിൽ കുറച്ച് ചാപ്റ്റേഴ്സ് നമ്മൾ എടുക്കാനുണ്ടായിരുന്നു. ആ ചാപ്റ്റേഴ്സിന്റെ ഡിസ്കഷനാണ് നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഫസ്റ്റ് നോക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ 6th ചാപ്റ്റർ ആണ്. ഏതാണത്? റൂട്ട് സിസ്റ്റം അല്ലെ. നമുക്കറിയാം, നമ്മൾ വളരെ ഈസി ആയിട്ട് പഠിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് റൂട്ട് സിസ്റ്റം ഒക്കെ. നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ കൂടുതൽ ഇതിനകത്ത് പഠിച്ചിട്ടുള്ളത്. അപ്പൊ മെയിൻലി നമ്മൾ റൂട്ടിന്റെ ഫംഗ്ഷൻസ് പഠിച്ചു, റൂട്ടിന്റെ ഡിഫറെന്റ് റീജിയൻസ്, ഓരോ റീജിയൻസിന്റെയും ഫംഗ്ഷൻസ്, അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇന്റേണൽ സ്ട്രക്ചർ, റൂട്ടിന്റെ മോഡിഫിക്കേഷൻ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്ററിന് നമ്മുടെ NIOS എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, അതിനെങ്ങനെയൊക്കെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് നമുക്കൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നെയിം ദ പ്ലാന്റ് ഓർഗൻ വിച്ച് ഗ്രോ ടുവാർഡ്സ് ഗ്രാവിറ്റി ആൻഡ് വാട്ടർ ബട്ട് അവേ ഫ്രം ലൈറ്റ്. ലൈറ്റിൽ നിന്ന് അവേ ആയിട്ടും ഗ്രാവിറ്റിയിലേക്കും വാട്ടറിലേക്കും എന്താ പറയാ ടുവാർഡ്സ് ആയിട്ടും ഗ്രോ ചെയ്യുന്ന പ്ലാന്റിന്റെ ഓർഗൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം ഏതാണ് ഗ്രാവിറ്റിയിലേക്കും വാട്ടറിലേക്കും പോകുന്നത്, എന്നാൽ ലൈറ്റിൽ നിന്ന് താഴോട്ട് പോകുന്ന പ്ലാന്റിന്റെ ഓർഗൻ ഏതാണ്? റൂട്ടാണ് അല്ലെ, അതിന്റെ വേരുകളാണ്. ദർഫോർ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ആണ്, ദാറ്റ് ഈസ് ദ റൂട്ട്. ക്ലിയർ ആയല്ലോ? ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് റീജിയൺ ഓഫ് റൂട്ട് അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽ സാൾട്ട്? അതായത് റൂട്ടിന്റെ ഏത് റീജിയൻ, നമ്മൾ പറഞ്ഞു റൂട്ടിന് 4 റീജിയൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിൽ ഏത് റീജിയൺ ആണ് വാട്ടറും മിനറലും ഒക്കെ എന്ത് ചെയ്യുന്നത്, അബ്സോർബ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. റൂട്ട് ക്യാപ് റീജിയൻ ഉണ്ട്, റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് സെൽ ഉണ്ട്, റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ ഉണ്ട്, റീജിയൻ ഓഫ് മെച്ചുറേഷൻ ഉണ്ട്. നമ്മുടെ റൂട്ടിന്റെ റീജിയൻ ഓഫ് മെച്ചുറേഷൻ എന്ന് പറയുന്ന റീജിയൻ ആണ് നമ്മുടെ വാട്ടറും മിനറൽ സാൾട്ടും ഒക്കെ എന്ത് ചെയ്യുന്നത്, അബ്സോർബ് ചെയ്യുന്നത്. ദർഫോർ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 4th ഓപ്ഷൻ ആണ്, അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ആണ്, ദ റീജിയൻ ഓഫ് മെച്ചുറേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ടൈപ്പ് ഓഫ് റൂട്ട് സിസ്റ്റം. റൂട്ട് സിസ്റ്റം, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റൂട്ട് സിസ്റ്റത്തിൽ നമ്മൾ 2 ടൈപ്പ് ഓഫ് റൂട്ട് സിസ്റ്റം ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് 2 ടൈപ്പ് ഓഫ് റൂട്ട് സിസ്റ്റം? ടാപ്പ് റൂട്ട് സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ ഫൈബറസ് റൂട്ട് സിസ്റ്റം ഉണ്ട്. ഓക്കെ, ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദ റൂട്ട് സിസ്റ്റം ദാറ്റ് ഡെവലപ്ഡ് ഫ്രം ദ റാഡിക്കിളിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുകയും കണ്ടിന്യൂസ് ആസ് എ പ്രൈമറി റൂട്ടായിട്ട് എന്ത് ചെയ്യുക, അത് കണ്ടിന്യൂ ചെയ്തിട്ട് അതിൽ നിന്ന് ഒരുപാട് ലാറ്ററൽ റൂട്ടുകൾ, അതായത് ചെറിയ ചെറിയ ലാറ്ററൽ റൂട്ടുകൾ ഡെവലപ്പ് ചെയ്ത് വരികയും ചെയ്യുന്ന ടൈപ്പ് ഓഫ് റൂട്ട് സിസ്റ്റത്തിനെയാണ് നമ്മൾ ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ മെയിൻ റൂട്ട് സിസ്റ്റം ഓഫ് ഡൈക്കോട്സ്, നമ്മുടെ ഗ്രാംസ്, ചൈന റോസ്, നീം പോലെയുള്ള ഡൈക്കോട്ട് പ്ലാന്റ്സിന് വേണ്ടി നമ്മൾ കാണപ്പെടുന്നത് ടാപ്പ് റൂട്ട് സിസ്റ്റം ആണ്. ഇനി നെക്സ്റ്റ് ഫൈബറസ് റൂട്ട് സിസ്റ്റം. ഫൈബറസ് റൂട്ട് സിസ്റ്റം എന്താണെന്ന് ആ പേരിൽ തന്നെയുണ്ട്. ഇത് മെയിൻലി നമ്മുടെ ഇസ് എ റൂട്ട് സിസ്റ്റം, ദ പ്രൈമറി റൂട്ട് ഷോർട്ട് ലിവ്ഡ് ആയിരിക്കും. A cluster of slender fiber-like roots arises from the base of the radicle. അതായത് റാഡിക്കിളിന്റെ ബേസിൽ നിന്നും പ്ലമ്യൂളിന്റെ ബേസിൽ നിന്നൊക്കെ എന്ത് ചെയ്യാണ്, ഡെവലപ്പ് ചെയ്യുന്നത്. എന്നിട്ട് ക്ലസ്റ്റർ ഓഫ് സ്ലെൻഡർ ലൈക്ക് ഫൈബേഴ്സ്, ഒരുപാട് കുഞ്ഞു കുഞ്ഞു നാരുകളായിട്ട് വളരുന്ന ഒരു ടൈപ്പ് ഓഫ് റൂട്ട് സിസ്റ്റം ആണ് നമ്മുടെ ഫൈബറസ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. മോണോകോട്സിലാണ് മെയിൻലി കാണപ്പെടുന്നത്. നമ്മുടെ മൈസ്, ഗ്രാസ്, അതുപോലെ തന്നെ വീറ്റ് പോലെയുള്ള മോണോകോട്ട് പ്ലാന്റ്സിലാണ് ഫൈബറസ് റൂട്ട് സിസ്റ്റം മെയിൻലി കാണപ്പെടുന്നത്. ഇതാണ് നമ്മുടെ ടാപ്പ് റൂട്ട് സിസ്റ്റത്തിന്റെയും ഫൈബറസ് റൂട്ട് സിസ്റ്റത്തിന്റെയും ഫിഗർ വരുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ ടാപ്പ് റൂട്ട് സിസ്റ്റം ആൻഡ് ദിസ് ഈസ് ദ ഫൈബറസ് റൂട്ട് സിസ്റ്റം. ക്ലിയർ ആയല്ലോ? ഓക്കെ, നെക്സ്റ്റ് 4th ക്വസ്റ്റ്യൻ, ഡ്രോ ദ റീജിയൻ ഓഫ് റൂട്ട് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്. അതായത് റൂട്ടിന്റെ ഡിഫറെന്റ് റീജിയൻസ് നമ്മൾ ഒരു ഫിഗറിൽ ഡ്രോ ചെയ്തിട്ട് ഓരോ റീജിയൻസും എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ 2 മാർക്കിനാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ഫിഗർ വരച്ചിട്ട് ആ 4 റീജിയൻ ഏതാന്ന് മാത്രം മെൻഷൻ ചെയ്താൽ മതി. ഇനി അതല്ല, നമുക്കൊരു 5 മാർക്കിനൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട ആവശ്യമുണ്ട്. അതായത് ആ ഫിഗർ വരച്ചിട്ട് ഓരോ റീജിയണും അതിന്റെ ഫംഗ്ഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ആൻസർ ചെയ്യേണ്ടത് നോക്കാം. നമ്മൾ പറഞ്ഞു റൂട്ടിന് മെയിൻലി എത്ര റീജിയൻസ് ഉണ്ട്? 4 റീജിയൻസ് ഉണ്ട്. റൂട്ട് ക്യാപ് റീജിയൻ ഉണ്ട്, റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് സെൽ ഉണ്ട്, റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ ഉണ്ട്, റീജിയൻ ഓഫ് മെച്ചുറേഷൻ ഉണ്ട്.
ഓക്കെ, അതിലെ ഫസ്റ്റ് റീജിയൻ ആണ് റൂട്ട് ക്യാപ് റീജിയൻ എന്ന് പറയുന്നത്. റൂട്ട് ക്യാപ് റീജിയന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് എ തിമ്പിൾ ലൈക്ക് സ്ട്രക്ചർ. ഒരു ചെറിയ, അതായത് റൂട്ടിന്റെ അറ്റത്ത് കാണപ്പെടുന്ന ഒരു തിമ്പിൾ ലൈക്ക് സ്ട്രക്ചർ ആണ്. ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ മെരിസ്റ്റമാറ്റിക് സോൺ. മെരിസ്റ്റമാറ്റിക് സെല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആൻഡ് പ്രൊട്ടക്ട് ദ ടെൻഡർ അപ്പെക്സ്. ഹാർഷ് സോയിൽ പാർട്ടിക്കിൾസിൽ നിന്ന് ടെൻഡർ അപ്പെക്സിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ റൂട്ട് ക്യാപ് റീജിയൻസിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് സെല്ല്. റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സ്മോൾ റീജിയൻ, ചെറിയ റീജിയൻ ആണ്. ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ്, അതായത് അപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയുന്ന ആക്റ്റീവ്ലി ഡിവൈഡിങ് സെല്ല് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ ആ സെല്ലുകൾ അടങ്ങിയിട്ടുള്ള റീജിയൻ ആണ് റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് സെൽ എന്ന് പറയുന്നത്. അതിൽ മെയിൻലി ഉള്ള ആക്റ്റീവ്ലി ഡിവൈഡിങ് ആയിട്ടുള്ള സെൽസ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ദ ഡെർമറ്റോജൻ ഉണ്ടായിരിക്കും, സെക്കൻഡ് വൺ ദ പെരിബ്ലം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ തേർഡ് വൺ ദ പ്ലിറോം ഉണ്ടായിരിക്കും. ഈ റീജിയൻസ് ആണ് മെയിൻലി റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് സെല്ലിൽ കാണപ്പെടുന്നത്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ. റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് റീജിയന്റെ തൊട്ടടുത്തായിട്ട് കാണപ്പെടുന്ന റീജിയൻ ആണ് റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ. ഇവിടെ ദ സെൽ ഇലോങ്ങേറ്റ് ആൻഡ് എൻലാർജ്. സെൽ അവിടെ ഇലോങ്ങേറ്റ് ആണ് ചെയ്യുന്നത് ടു മേക്ക് ദ റൂട്ട് ഗ്രോ ഇൻ ലെങ്ത് വൈസ് നമ്മുടെ റൂട്ടിന് ഗ്രോത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ റീജിയൻ ഓഫ് ഇലോങ്ങേഷനിലെ സെല്ലുകളാണ്. ഓക്കെ, നെക്സ്റ്റ് റീജിയൻ ഓഫ് മെച്ചുറേഷൻ. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. റീജിയൻ ഓഫ് ഇലോങ്ങേഷന് തൊട്ടടുത്ത് കാണപ്പെടുന്ന റീജിയൻ ആണ് റീജിയൻ ഓഫ് മെച്ചുറേഷൻ എന്ന് പറയുന്നത്. അവിടെ സെല്ലുകൾ മെച്ചുവർ ചെയ്തിട്ട് ഡിഫറെന്റ് ടിഷ്യൂസ് ആയിട്ട്, വാരിയസ് ടിഷ്യൂസ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇതാണ് നമ്മുടെ റൂട്ടിന്റെ 4 റീജിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് ഡിഫറെന്റ് റീജിയൻസ്. ഇതാണ് റൂട്ട് ക്യാപ് റീജിയൻ എന്ന് പറയുന്നത്. അതിന് തൊട്ടടുത്ത് നിൽക്കുന്ന റീജിയൻ ആണ് റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് സെല്ല്. അത് കഴിഞ്ഞിട്ടാണ് റീജിയൻ ഓഫ് ഇലോങ്ങേഷന്, ദെൻ റീജിയൻ ഓഫ് മെച്ചുറേഷൻ. അങ്ങനെയാണ് നമ്മുടെ റൂട്ടിന്റെ 4 റീജിയൻസ് കാണപ്പെടുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എ ക്യാരറ്റ്, റാഡിഷ് ആൻഡ് ടേൺ ടിപ്സ് ആർ റൂട്ട്. ജസ്റ്റിഫൈ വൈ ഹാവ് ദേ ബിക്കം ഫ്ലഷി. നമ്മുടെ ക്യാരറ്റ്, അതുപോലെ റാഡിഷ്, ടേൺ ടിപ്പ് ഒക്കെ റൂട്ടുകളാണോ? അവരെന്തുകൊണ്ടാണ് ഫ്ലഷി ആയിട്ടുള്ളത്? നമ്മുടെ ഈ സ്റ്റേറ്റ്മെന്റിനെ ജസ്റ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം ഇതൊക്കെ റൂട്ടുകൾ തന്നെയാണ്. റൂട്ടിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സോയിലിൽ നിന്ന് വാട്ടർ മിനറൽ അബ്സോർബ് ചെയ്യുക, നമ്മുടെ ആ പ്ലാന്റിനെ അവിടെ പിടിച്ചു നിർത്തുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ റൂട്ടിന്റെ മെയിൻ ഫംഗ്ഷൻ. ഇത് കൂടാതെ മറ്റു ചില ഫംഗ്ഷൻസും കൂടെ നമ്മുടെ റൂട്ട് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ മോഡിഫിക്കേഷൻ ഓഫ് റൂട്ട് എന്ന് പറയുന്നത് അല്ലെ. അങ്ങനെയുള്ള മോഡിഫിക്കേഷന്റെ ഭാഗമായിട്ടാണ് ക്യാരറ്റും റാഡിഷും ടേൺ ടിപ്പും ഒക്കെ ഫ്ലഷി ആയിട്ട് നിൽക്കാനുള്ള കാരണം ഫുഡ് സ്റ്റോർ ചെയ്യുക എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഫ്ലഷി ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, ഫുഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാരറ്റും റാഡിഷും ടേൺ ടിപ്പും ഒക്കെ ഫ്ലഷി ആയിട്ടുള്ളത്. അത് എന്ത് തന്നെയാണ്? റൂട്ട് തന്നെയാണ്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ മെയിൻ ഫംഗ്ഷൻസ് ഓഫ് റൂട്ട്? നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ, ആൻകോറേജ് അല്ലെ, അല്ലെങ്കിൽ സപ്പോർട്ട്, നമ്മുടെ പ്ലാന്റിനെ പിടിച്ചു നിർത്തുന്നത് നമ്മുടെ റൂട്ടിന്റെ ഫംഗ്ഷൻ ആണ്. വാട്ടർ, മിനറൽ, സാൾട്ട് ഒക്കെ സോയിലിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നത് ആരാണ്? റൂട്ടാണ്. ഈ 2 ഫംഗ്ഷനാണ് നമ്മുടെ റൂട്ടിന്റെ മെയിൻ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദ ഐറ്റം ഓഫ് കോളം എ വിത്ത് ദോസ് ഓഫ് ഇൻ കോളം ബി. ഈ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് നമ്മുടെ NOS ക്വസ്റ്റ്യൻ പാറ്റേണിൽ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? സോൾവ് ചെയ്ത് തന്നെ പഠിക്കുക. ഇങ്ങനെയുള്ള പല രീതിയിലും മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് കൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ നമുക്കൊരു പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് മാച്ച് ദ ഫോളോയിങ് അല്ലെ. അപ്പൊ നമുക്കിവിടെ തന്നേക്കുന്നത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് തന്നിട്ടുണ്ട്. അത് ഏതൊക്കെ പ്ലാന്റ്സിലാണ് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ അതിന്റെ എന്തുകൊണ്ടാണ് ആ റൂട്ട് അങ്ങനെ ആയിട്ടുള്ളത് എന്നുള്ളതാണ് കോളം ബിയിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് റൂട്ട് പ്രോപ്പ് റൂട്ട് എവിടെയാ കാണപ്പെടുന്നത്? ആൽമരങ്ങളിലാണ് അല്ലെ. ബനിയൻ ട്രീയിലാണ് പ്രോപ്പ് റൂട്ട് കാണപ്പെടുന്നത്. അപ്പൊ ഫസ്റ്റ് ഓപ്ഷന് കറക്റ്റ് ആയിട്ട് വരുന്നത് ബി കോളത്തിലെ 3rd വൺ ആണ്. ദാറ്റ് ഈസ് ദ ബനിയൻ ട്രീ. നെക്സ്റ്റ് ഹെസ്റ്റോറിയം. ഹെസ്റ്റോറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹെസ്റ്റോറിയം നമ്മുടെ എന്താ പറയാ കസ്ക്യൂട്ട പ്ലാന്റിലാണ് ഹെസ്റ്റോറിയം മോഡിഫിക്കേഷൻ കാണപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്വീറ്റ് പൊട്ടാറ്റോ മെയിൻലി ഫുഡ് സ്റ്റോർ ചെയ്യാന്നുള്ള ഫംഗ്ഷൻ ആണ് സ്വീറ്റ് പൊട്ടാറ്റോയ്ക്ക്. അതുകൊണ്ടാണ് അത് ഫ്ലഷി ആയിട്ടുള്ളത്. Therefore കറക്റ്റ് ഓപ്ഷൻ ഫസ്റ്റ് വൺ സ്റ്റോറേജ് ആണ്. ലാസ്റ്റ് വൺ ഈസ് ദ ഫ്ലോട്ടിംഗ് റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന റൂട്ട്, അതിനാണ് ഫ്ലോട്ടിംഗ് റൂട്ട് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ജസ്യൂഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ?
അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, സോൾവ് ചെയ്ത് തന്നെ പഠിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗിവ് 2 മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ഡൈക്കോട്ട് ആൻഡ് മോണോക്കോട്ട് റൂട്ട്. ഡൈക്കോട്ട് റൂട്ടിന്റെയും മോണോക്കോട്ട് റൂട്ടിന്റെയും 2 മേജർ ഡിഫറൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ 2 മേജർ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 2 മാത്രം എഴുതിയാൽ മതി. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും അത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് മോണോക്കോട്ട് റൂട്ടിന്റെയും ഡൈക്കോട്ട് റൂട്ടിന്റെയും മേജർ ഡിഫറൻസുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, നമ്പർ ഓഫ് വാസ്കുലർ ബണ്ടിൽസ്. ഡൈക്കോട്ട് റൂട്ടിൽ 2 to 6 വാസ്കുലർ ബണ്ടിൽസ് ആണുള്ളത്. എന്നാൽ മോണോക്കോട്ട് റൂട്ടിൽ മെനി, പോളിയാർക്കാണ് അല്ലെ, ഒരുപാട് വാസ്കുലർ ബണ്ടിൽസ് കാണാറുണ്ട്. ഇനി പെരിസൈക്കിൾ. പെരിസൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈക്കോട്ട് റൂട്ടിൽ ഇസ് എ സീറ്റ് ഓഫ് ഒറിജിൻ ഓഫ് ലാറ്ററൽ റൂട്ട്, വാസ്കുലർ ആൻഡ് കോർ കാമ്പിയം. വാസ്കുലർ കാമ്പിയത്തിന്റെയും കോർ കാമ്പിയത്തിന്റെയും ലാറ്ററൽ റൂട്ടിന്റെയും സീറ്റ് ഓഫ് ഒറിജിൻ ആണ് ഡൈക്കോട്ട് റൂട്ടിൽ എന്ത്, പെരിസൈക്കിൾ എന്ന് പറയുന്നത്. എന്നാൽ മോണോക്കോട്ട് റൂട്ടിൽ ഇസ് എ സീറ്റ് ഓഫ് ഒറിജിൻ ഓഫ് ലാറ്ററൽ റൂട്ട്സ് ഓൺലി. ലാറ്ററൽ റൂട്ടിന്റെ മാത്രം സീറ്റ് ഓഫ് ഒറിജിൻ ആണ് പെരിസൈക്കിളിൻ മോണോക്കോട്ട് റൂട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കാമ്പിയം. കാമ്പിയം പ്രസന്റ് ഇൻ ഡൈക്കോട്ട് റൂട്ട് ആൻഡ് കാമ്പിയം ഈസ് ആബ്സെന്റ് ഇൻ മോണോക്കോട്ട് റൂട്ട്. അതുപോലെ തന്നെ സെക്കൻഡറി ഗ്രോത്ത് പ്രസന്റ് ഇൻ ഡൈക്കോട്ട് റൂട്ട് ആൻഡ് ഈസ് ആബ്സെന്റ് ഇൻ മോണോക്കോട്ട് റൂട്ട്. പിത്ത് നോക്കുകയാണെങ്കിൽ ഡൈക്കോട്ട് റൂട്ടിൽ ഇസ് എ വെരി സ്മോൾ, പ്രസന്റ് ആണെങ്കിൽ വളരെ സ്മോൾ ആയിരിക്കും, അല്ലെങ്കിൽ ആബ്സെന്റ് ആയിരിക്കും. എന്നാൽ മോണോക്കോട്ട് റൂട്ടിലെ പിത്ത് എന്ന് പറയുന്നത് വളരെ ലാർജ് ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ഇതാണ് മേജർ ഡിഫറൻസ്. നമ്മുടെ മോണോക്കോട്ട് ആൻഡ് ഡൈക്കോട്ട് റൂട്ടുകൾ തമ്മിലുള്ള മേജർ ഡിഫറൻസ് ഈ പറയുന്നതൊക്കെയാണ്. ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, നമുക്ക് 9th ക്വസ്റ്റ്യനിലേക്ക് പോവാം. എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് മോണോക്കോട്ട് റൂട്ട്. മോണോക്കോട്ട് റൂട്ടിന്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഫിഗറിൽ കാണിച്ചിട്ടുള്ളതാണ് മോണോക്കോട്ട് റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ട് കാണപ്പെടുന്ന ലെയർ ആണ് എപ്പിബ്ലമ്മ. അതായത് ഈ ഒരു റീജിയണിൽ കാണപ്പെടുന്ന ലെയർ ആണ് എപ്പിബ്ലമ്മ എന്ന് പറയുന്നത്. ഓക്കെ, എപ്പിബ്ലമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള സിംഗിൾ ലെയർ ഓഫ് തിൻ വാൾഡ് ആയിട്ടുള്ള സിംഗിൾ ലെയർ ആണ്. ക്ലോസ്ലി പാക്ഡ് സെൽസ് ആയിരിക്കും. ചില സെല്ലുകൾ പ്രൊളോങ്ങേറ്റഡ് യൂണിസെല്ലുലാർ റൂട്ട് ഹെയർ ആയിട്ട് പ്രൊളോങ്ങേറ്റ് ചെയ്ത് കാണപ്പെടാറുണ്ട്. ഇതാണ് ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അതിന്റെ തൊട്ട് താഴെ കാണപ്പെടുന്ന റീജിയൻ, ഇത്രയും റീജിയൻസിനെയാണ് നമ്മൾ കോർട്ടക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കോർട്ടക്സ് ലാർജ് സോൺ ആണ്. അതുപോലെ തന്നെ മൾട്ടി ലെയേർഡ് ആണ്. പാരൻകൈമാറ്റോ സെല്ലായിരിക്കും ഇതിൽ കംപ്ലീറ്റ് ഉണ്ടായിരിക്കുക. വിത്ത് ഇന്റർസെല്ലുലാർ സ്പേസോട് കൂടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള പാരൻകൈമാറ്റോ സെല്ലായിരിക്കും അതിലുണ്ടായിരിക്കുക. ഓക്കെ, വാട്ടറും ഫുഡും മിനറൽസും ഒക്കെ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇതാണ് നെക്സ്റ്റ് റീജിയൻ. അത് കഴിഞ്ഞിട്ടുള്ള റീജിയൻ ആണ് എൻഡോഡെർമിസ്. ഈ ഒരു ഫസ്റ്റ് ലെയർ ആണ് എൻഡോഡെർമിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ എൻഡോഡെർമിസ് ഇന്നർമോസ്റ്റ് ലെയർ ആണ്. നമ്മുടെ കോർട്ടക്സിന്റെ ഇന്നർമോസ്റ്റ് ലെയർ ആണ്. അവിടെ കാസ്പാരിയൻ സ്ട്രിപ്പ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പാസേജ് സെല്ലുകൾ പ്രസന്റ് ആയിരിക്കും. ഓക്കെ, ഇനി എൻഡോഡെർമിസിന്റെ തൊട്ട് താഴെയുള്ള കംപ്ലീറ്റ് സെല്ലുകളെ നമ്മൾ സ്റ്റീൽ എന്നാണ് കണക്റ്റീവ്ലി കോൾ ചെയ്യുന്നത്. ഓക്കെ, എന്താണ്? സ്റ്റീൽ എന്നാണ്. എൻഡോഡെർമിസിന്റെ താഴെ വരുന്ന കംപ്ലീറ്റ് സെല്ലുകൾ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് സ്റ്റീൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പെരിസൈക്കിൾ. പെരിസൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻഡോഡെർമിസിന് താഴെ കാണപ്പെടുന്ന സിംഗിൾ ലെയേർഡ് ആണ്. പോളിഗണൽ തിൻ വാൾഡ് ആയിട്ടുള്ള സെല്ലുകളായിരിക്കും. അതുപോലെ തന്നെ ദ ലാറ്ററൽ റൂട്ട് ഒറിജിനേറ്റ് ഫ്രം ദിസ് ലെയർ. ആ റീജിയൻസിൽ നിന്നാണ് ലാറ്ററൽ റൂട്ടുകൾ ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള സെല്ലുകളാണ് വാസ്കുലർ ബണ്ടിൽസ്. വാസ്കുലർ ബണ്ടിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും പാച്ചസ് ആണ്, അല്ലെങ്കിൽ പാച്ചസ് ഓഫ് സൈലം ആൻഡ് ഫ്ലോയം, അതായത് റേഡിയലി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ റേഡിയലി ഇങ്ങനെ സൈലത്തിന്റെ ഫ്ലോയത്തിന്റെ സെല്ലുകൾ റേഡിയലി അറേഞ്ച് ചെയ്തതിനെയാണ് നമ്മൾ വാസ്കുലർ ബണ്ടിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിന്റെ സെൻട്രൽ റീജിയൻ ആണ് പിത്ത് എന്ന് പറയുന്ന റീജിയൻ. പിത്ത് സെൻട്രലിലാണ്, ലാർജ് ആണ്, വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള പാരൻകൈമാറ്റോസും അതുപോലെ തന്നെ സ്ക്ലീറൻകൈമാറ്റോസ് എല്ലായിരിക്കും പിത്തിൽ കാണപ്പെടുന്നത്. ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഈ പിത്തിനകത്തായിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ എന്താ പറയാ, സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും സ്ട്രാൻഡുകൾക്കിടയിൽ കാണപ്പെടുന്ന സെല്ലുകളെയാണ് നമ്മൾ കൺജക്റ്റീവ് പാരൻകൈമ എന്ന് പറയുന്നത്. ഇതിന്റെ സെൻട്രൽ ഇൻ ബിറ്റ്വീനിൽ കാണപ്പെടുന്ന സെല്ലുകളെയാണ് നമ്മൾ കൺജക്റ്റീവ് പാരൻകൈമ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഒരു മോണോക്കോട്ട് റൂട്ടിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ട്രക്ചർ. അപ്പൊ ഇതിൽ നിന്ന് ഡൈക്കോട്ട് റൂട്ട് എങ്ങനെയാണ് ഡിഫറൻസ് ആയിട്ടുള്ളതെന്ന് നമ്മൾ കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്തു. അപ്പൊ മോണോക്കോട്ട് റൂട്ടിന്റെയും ഡൈക്കോട്ട് റൂട്ടിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കി. അതിലെ മേജർ ഡിഫറൻസ് എന്തൊക്കെയാണെന്നതും നമ്മൾ നോക്കി. ക്ലിയർ ആയല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Name the condition where the protoxylem lies towards the periphery and metaxylem toward the center.
അതായത് പ്രോട്ടോസൈലം പുറത്തേക്കും അതുപോലെ തന്നെ മെറ്റാസൈലം സെന്ററിലേക്കും വരുന്ന ആ ഒരു കണ്ടീഷനെ നമ്മൾ എന്താണ് വിളിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇസ് എ കണ്ടീഷൻ ആസ് എക്സാർച്ച് അല്ലെ, എക്സാർച്ച് കണ്ടീഷൻ ആണ്. പ്രോട്ടോസൈലം പുറത്തേക്കും മെറ്റാസൈലം സെന്ററിലേക്കും വരുന്ന കണ്ടീഷനെ എക്സാർച്ച് എന്നും അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കണ്ടീഷൻ നമ്മൾ എൻഡാർച്ച് എന്നാണ് പറയാറുള്ളത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ 6th ചാപ്റ്ററിൽ നോക്കാനുള്ള മെയിൻ ടോപ്പിക്സ്. ഒരു കുറച്ച് കുഞ്ഞ ചാപ്റ്ററിനെയാണ്, നമുക്ക് റൂട്ടിനെ കുറിച്ച് മാത്രമേ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അപ്പൊ റൂട്ടിന്റെ ഫംഗ്ഷൻസ്, റൂട്ടിന്റെ മോഡിഫിക്കേഷൻസ് നമ്മൾ നോക്കി, റൂട്ടിന്റെ സ്ട്രക്ചർ, ഡീറ്റെയിൽഡ് സ്ട്രക്ചർ നോക്കി, അതുപോലെ തന്നെ റൂട്ടിന്റെ ഡിഫറെന്റ് പാർട്സുകൾ. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. അപ്പൊ ആ ഒരു സെക്ഷനിൽ നിന്ന് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. നെക്സ്റ്റ് ചാപ്റ്റർ ഏതാണ്? ദ 7th ചാപ്റ്റർ ഇസ് ദ ഷൂട്ട് സിസ്റ്റം. ഓക്കെ, ഷൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ സ്റ്റെമ്മിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ലീവ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ഫ്രൂട്ടിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ഫ്ലവേഴ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പൊ 4 സെക്ഷനാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നെയിം ദ പാർട്ട് ഓഫ് ദ പ്ലാന്റ് വിച്ച് ബിയർ നോട്ട്സ്, ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സ്. നോട്ട്സും ലീവ്സും ഫ്ലവേഴ്സും ബിയർ ചെയ്യുന്ന പ്ലാന്റിന്റെ പാർട്ട് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റെം, റൂട്ട്, ലീഫ്, ഫ്രൂട്ട്. ഏതാണ്? സ്റ്റെം ആണ് അല്ലെ. സ്റ്റെമ്മിലാണ് നമ്മുടെ ലീവ്സും നോട്ട്സും അതുപോലെ തന്നെ ഫ്ലവേഴ്സും ഫ്രൂട്ട്സും ഒക്കെ ബിയർ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ സ്റ്റെം ആണ്. ദെർഫോർ കറക്റ്റ് ഓപ്ഷൻ എ ആണ്. നമുക്ക് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ 3 ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റെം ആൻഡ് റൂട്ട്. സ്റ്റെമ്മും റൂട്ടും തമ്മിലുള്ള 3 ഡിഫറൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു 3 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. സ്റ്റെം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലമ്യൂണിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്, എന്നാൽ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഡിക്കളിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്. യങ് സ്റ്റെം ഗ്രീൻ കളറാണ്, കാരണം ക്ലോറോഫിലിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ. എന്നാൽ യങ് റൂട്ടിന് ഒരിക്കലും എന്തില്ല, ഗ്രീൻ കളർ കാണപ്പെടാറില്ല. റൂട്ടിന് ഗ്രീൻ കളർ കാണപ്പെടാത്തത് ക്ലോറോഫിൽ ആബ്സെന്റ് ആയതുകൊണ്ടാണ്. ഇനി the stem is divided into nodes and internodes. സ്റ്റെം എന്തായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? നോട്ട്സും ഇന്റർനോഡ്സും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ റൂട്ട് ഒരിക്കലും നോട്ട്സും ഇന്റർനോഡ്സും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റെമ്മും റൂട്ടും തമ്മിലുള്ള മേജർ ഡിഫറൻസുകൾ. ക്ലിയർ ആയല്ലോ? സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് 3rd ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലിസ്റ്റ് ദ മോഡിഫിക്കേഷൻ ഇൻ ഡിഫറെന്റ് സ്റ്റെം. സ്റ്റെമ്മിലുള്ള ഡിഫറെന്റ് മോഡിഫിക്കേഷൻ ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റെമ്മിന്റെ മോഡിഫിക്കേഷൻ നമ്മൾ 3 ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ ഉണ്ട്, സബേരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ ഉണ്ട്, ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ ഉണ്ട്. അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷനിൽ വരുന്നത് നമ്മുടെ റൈസോം, കോണ്, ബൾബ്, ട്യൂബർ ഒക്കെയാണ്. സബേരിയൽ സ്റ്റെം മോഡിഫിക്കേഷനിൽ വരുന്നത് റണ്ണർ, സ്റ്റോളൻ, ഓഫ്സെറ്റ്, സക്കർ ആണ്. അതുപോലെ ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ വരുന്നത് ടെൻഡ്രിൽസ്, തോൺസ്, ഫിലോക്ലാഡ്, ക്ലാഡോഡ് ഒക്കെയാണ് ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ വരുന്നത്. 4th ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. മാച്ച് ദ ഐറ്റം ഓഫ് കോളം എ വിത്ത് ദോസ് ഓഫ് കോളം ബി. ഓക്കെ, കോളം എയിൽ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ഒരുപാട് സ്റ്റെം മോഡിഫിക്കേഷൻസ് തന്നിട്ടുണ്ട്. ബിയിൽ എന്താ തന്നിട്ടുള്ളത്? അതിന്റെ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ടെൻഡ്രിൽ അതായത് കുറച്ച് സ്റ്റെം മോഡിഫിക്കേഷനും അതിന്റെ ഫംഗ്ഷൻസും ആണ് ചെയ്യുന്നത്. അതിനെ മാച്ച് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ ടെൻഡ്രിൽ. ടെൻഡ്രിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ വള്ളികളെയാണ് നമ്മൾ ടെൻഡ്രിൽ എന്ന് പറയാറുള്ളത്. അപ്പൊ ടെൻഡ്രിലിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും ഇതില്? ക്ലൈംബിംഗ് ആയിരിക്കും അല്ലെ. നെക്സ്റ്റ് സക്കർ. സക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെയിൻലി അതിന്റെ ഫംഗ്ഷൻ ഈസ് ദ റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷൻ ആണ് സക്കറിന്റെ ഫംഗ്ഷൻ വരുന്നത്. തോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുള്ളുകളാണ് അല്ലെ. പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാന്റ്സിൽ മുള്ളുകൾ കാണപ്പെടുന്നത്, വേറെ ഒന്നും അറ്റാക്ക് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് 4th വൺ ഈസ് ദ ബൾബ്. ബൾബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി നമ്മുടെ പെർനേഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ, പെർനേഷന് വേണ്ടിയിട്ടാണ് ബൾബ്. ദെൻ ഫിലോക്ലാഡ്. ഫിലോക്ലാഡ് എന്താണ് ഫോട്ടോസിന്തസിന് വേണ്ടിയിട്ടാണ് അല്ലെ. ലീവ്സിന്റെ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റെമ്മ് ഫിലോക്ലാഡ് ആയിട്ട് മാറുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോഡിഫിക്കേഷനും അതിന്റെ ഫംഗ്ഷനും വരുന്നത്. ഓക്കെ, നമുക്ക് 5th ക്വസ്റ്റ്യനിലേക്ക് പോവാം. Give the 3 primary functions of stem. സ്റ്റെമ്മിന്റെ ഏതെങ്കിലും 3 പ്രൈമറി ഫംഗ്ഷൻ ആണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമുക്ക് ഒരുപാട് ഫംഗ്ഷൻസ് അറിയാം. ഫസ്റ്റ് വൺ, സപ്പോർട്ട് ആൻഡ് ഓറിയന്റ് ദ ലീവ്സ്. ലീവ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത്, അതിനെ പ്രോപ്പറായിട്ട് ഓറിയന്റ് ചെയ്യുന്നത് സ്റ്റെം ആണ്. കണ്ടക്ട് ദ വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ റൂട്ട് ടു ലീവ്സ് ആൻഡ് മാനുഫാക്ചർഡ് ഫുഡ് ഫ്രം ലീവ്സ് ടു ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്. റൂട്ടിൽ നിന്ന് അത് അബ്സോർബ് ചെയ്യുന്ന മിനറൽസും സാൾട്ടൊക്കെ പ്ലാന്റ്സിന്റെ പല പാർട്സിലേക്ക് എത്തിക്കുകയും
അതുപോലെ ലീവ്സിൽ എത്തിക്കും. ലീവ്സ് സിന്തസൈസ് ചെയ്യുന്ന ഫുഡിനെ മറ്റ് പാർട്ടുകളിലേക്ക് എത്തിക്കുന്നതും ആരാണ്? നമ്മുടെ സ്റ്റെം ആണ്. അതുപോലെ ഫ്ലവറും ഫ്രൂട്ടും ഒക്കെ ബിയർ ചെയ്യുന്നത്, അതിനൊക്കെ താങ്ങി നിർത്തുന്നത് നമ്മുടെ സ്റ്റെം ആണ്. ഇത്രയൊക്കെയാണ് നമ്മുടെ സ്റ്റെമ്മിന്റെ പ്രൈമറി ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, നമുക്ക് 6th ക്വസ്റ്റ്യനിലേക്ക് പോവാം. 6th ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് 2 കോളംസ് തന്നിട്ടുണ്ട്. അതിൽ എയും ബിയും മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ആണ് തന്നിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഒപ്റ്റ്യൂണിയ, അതുപോലെ തന്നെ ഡ്യൂറാൻഡ, ജിഞ്ചർ, പൊട്ടാറ്റോ, സ്റ്റെം. ഓക്കെ, അപ്പൊ ഇതിന്റെയൊക്കെ മെയിൻലി വരുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഈ ഒരു ഡിഫറെന്റ് മോഡിഫിക്കേഷൻ എക്സാമ്പിൾസ് ആണ്. അപ്പൊ അത് മോഡിഫൈ ചെയ്തേക്കുന്നത് എന്ത് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാ എന്നുള്ളതാണ് നമ്മുടെ കോളം ബിയിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ ഒപ്റ്റ്യൂണിയ ആണ്. ഒപ്റ്റ്യൂണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒപ്റ്റ്യൂണിയ. അതെന്തായിരുന്നത്? സ്റ്റെം. ഒപ്റ്റ്യൂണിയയുടെ സ്റ്റെം ആ രീതിയിൽ ആയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഡ്യൂറാൻഡ. ഡ്യൂറാൻഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അതിൽ തോൺസ് ആണ് നമ്മൾ കാണപ്പെടാറുള്ളത്. ദെൻ ജിഞ്ചർ. ജിഞ്ചർ എന്തായിരിക്കും? പെർനേഷന് വേണ്ടിയിട്ടാണ് ജിഞ്ചർ ആ ഒരു അണ്ടർഗ്രൗണ്ടിൽ പോയിട്ട് നിൽക്കുന്നത്. ജിഞ്ചർ ഒരു സ്റ്റെം തന്നെയാണ്. ഓക്കെ, ദെൻ പൊട്ടാറ്റോ ഫുഡ് സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ് അല്ലെ. ഫുഡ് സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ് പൊട്ടാറ്റോ എന്തായിട്ടുള്ളത്? മോഡിഫൈ ചെയ്തിട്ടുള്ളത്. ദെൻ സ്റ്റെമ്മിന്റെ ഫംഗ്ഷൻ എന്താണ്? കണ്ടക്ഷൻ ആണ് അല്ലെ. എല്ലാം കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? സ്റ്റെമ്മുകളാണ്. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഇതിനെ മാച്ച് ചെയ്യേണ്ടത്. നമുക്കൊന്നുകൂടെ പറയാം. ഒപ്റ്റ്യൂണിയ ഫോർ ദ ഫോട്ടോസിന്തസിസ്, ദെൻ ഡ്യൂറാൻഡ ഫോർ ദ protection, ginger for the pernation, potato for storage of food, stem is for conduction. Clear ആയല്ലോ? ഓക്കെ, നമുക്ക് 7th ക്വസ്റ്റ്യൻ നോക്കാം. ലിസ്റ്റ് ദ 3 ഡിഫറൻസ് ബിറ്റ്വീൻ മോണോകോട്ട് സ്റ്റെം ആൻഡ് ഡൈക്കോട്ട് സ്റ്റെം. നമ്മൾ മോണോകോട്ട് റൂട്ടും ഡൈക്കോട്ട് റൂട്ടും തമ്മിലുള്ള ഡിഫറൻസുകൾ പറഞ്ഞു. അതുപോലെ തന്നെയുള്ള ഡിഫറൻസുകളാണ് നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ മോണോകോട്ട് ആൻഡ് ഡൈക്കോട്ട് സ്റ്റെമ്മുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം ഏതൊക്കെ കാര്യങ്ങളിലാണ് ഡിഫറെന്റ് ആയിട്ടുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ എപ്പിഡെമൽ ഹെയർ. എപ്പിഡെമൽ ഹെയർ ഡൈക്കോട്ട് സ്റ്റെമ്മിൽ പ്രസന്റ് ആണ്, എന്നാൽ മോണോകോട്ട് സ്റ്റെമ്മിൽ ആബ്സെന്റ് ആയിരിക്കും. നെക്സ്റ്റ് ഹൈപ്പോഡെർമസ് ഡൈക്കോട്ട് സ്റ്റെമ്മിൽ കോളം കൈമാറ്റോ സെല്ലായിരിക്കും, എന്നാൽ മോണോകോട്ട് സ്റ്റെമ്മിൽ അത് സ്ക്ലീറൻ കൈമാറ്റോ സെല്ലുകളായിരിക്കും. ഗ്രൗണ്ട് ടിഷ്യൂസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡൈക്കോട്ട് സ്റ്റെമ്മിൽ അത് കോർട്ടക്സ്, എൻഡോഡെർമിസ്, പെരിസൈക്കിൾ, പിത്ത്, മെഡുലറി റേ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ മോണോകോട്ട് സ്റ്റെമ്മിൽ അത് അൺഡിഫറൻഷിയേറ്റഡ് ആയിരിക്കും. ഓക്കെ, അതുപോലെ വാസ്കുലാർ ബണ്ടിൽസിന്റെ കേസ് നോക്കുകയാണെങ്കിൽ വാസ്കുലാർ ബണ്ടിൽസ് നമ്മുടെ ഡൈക്കോട്ട് സ്റ്റെമ്മിൽ നമ്പർ നോട്ട് വെരി ലാർജ്, വലിയ നമ്പർ ഒന്നും ഉണ്ടായിരിക്കത്തില്ല, യൂണിഫോം സൈസ് ആയിരിക്കും, റിംഗ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നാൽ മോണോകോട്ട് സ്റ്റെമ്മിൽ ന്യൂമറസ് നമ്പേഴ്സ് പ്രസന്റ് ആയിരിക്കും. സ്മോളർ നിയർ പെരിഫറിക്ക് അടുത്ത് സ്മോളർ ആയിരിക്കും. ബിഗർ ഇൻ ദ സെന്ററിൽ ബിഗർ ആയിരിക്കും. സ്കാറ്റേർഡ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ മോണോകോട്ട് ആൻഡ് ഡൈക്കോട്ട് സ്റ്റെമ്മുകൾ തമ്മിലുള്ള മേജർ ഡിഫറൻസുകൾ. ക്ലിയർ ആയല്ലോ? 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Name the 2 lateral meristem which are responsible for increasing the width of stem. അതായത് നമ്മുടെ സ്റ്റെമ്മിന്റെ ഗ്രിത്ത് ഇൻക്രീസ് ചെയ്യാൻ കാരണമായിട്ടുള്ള 2 ലാറ്ററൽ മെരിസ്റ്റംസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റെമ്മിന്റെ ഗ്രിത്ത് ഓഫ് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യാൻ കാരണമായിട്ടുള്ള 2 ലാറ്ററൽ മെരിസ്റ്റങ്ങൾ ഒന്ന് കോർക്ക് കാമ്പിയം അല്ലെങ്കിൽ ഫിലോജൻ ആയിരിക്കും, അതുപോലെ തന്നെ വാസ്കുലാർ കാമ്പിയം. ഈ 2 ലാറ്ററൽ മെരിസ്റ്റംസിന്റെ ഫംഗ്ഷൻ കൊണ്ടാണ് സ്റ്റെം ഗ്രിത്ത് വൈസ് ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? The 9th question, define the bark. 2 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ബാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? All the tissues outside the functional cork cambium. ഫങ്ഷണൽ കോർക്ക് കാമ്പിയത്തിന്റെ പുറത്ത് വരുന്ന എല്ലാ ടിഷ്യൂസിനെയും നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ബാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ്? All the tissues outside the functional cork cambium is called the bark. Okay, 10th question നോക്കാം. 10th question. The stem of grasses and rice remain weak and thin. Why? എന്തുകൊണ്ടാണ് നമ്മുടെ ഗ്രാസിന്റെയും റൈസിന്റെയും ഒക്കെ സ്റ്റെം വീക്ക് ആൻഡ് തിൻ ആയിട്ടിരിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ദ ലാക്ക് ഓഫ് സിഗ്നിഫിക്കന്റ് വുഡി ടിഷ്യൂസ്. അവർക്ക് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള വുഡി ടിഷ്യൂസ് അല്ലെങ്കിൽ സെക്കൻഡറി ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ടിഷ്യൂസ് അവരിൽ ആബ്സെന്റ് ആയതുകൊണ്ടാണ് അത് തിൻ ആൻഡ് വീക്ക് ആയിട്ട് ഇരിക്കുന്നത്.
അവരുടെ സ്ട്രക്ചർ എന്താണ്? റിലീസ് ഓൺ ടർഗർ പ്രഷർ ആൻഡ് ലിഗ്നിഫൈഡ് ഫൈബേഴ്സ് ഫോർ ദ സപ്പോർട്ട് which is sufficient for their upright posture and a lightweight leaves in their natural environment. Okay, അതായത് ആ ഒരു സ്ട്രക്ചർ അവിടെയുള്ള എന്താണ് ടർഗർ പ്രഷേഴ്സിനെ അല്ലെങ്കിൽ ടർഗർ പ്രഷേഴ്സിൽ റിലീസ് ചെയ്തിട്ട് അതിന് ലിഗ്നിഫൈഡ് ഫൈബേഴ്സ് മാത്രമേ സപ്പോർട്ടിന് പ്രസന്റ് ആയിരിക്കത്തുള്ളൂ. അത് അവർക്ക് എന്താണ് അങ്ങനെ അപ്രൈറ്റ് ആയിട്ട് അവരെ കീപ്പ് ചെയ്യാനും വളരെ വെയിറ്റ്ലെസ് ആയിട്ടുള്ള ലീവ്സിനെ ക്യാരി ചെയ്യാനും അതെന്താണ് അവർക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള ഒന്ന് മാത്രമാണ്. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ഗ്രാസിന്റെയും അതുപോലെ തന്നെ റൈസിന്റെ ഒക്കെ സ്റ്റെമ്മുകൾ വളരെ തിൻ ആൻഡ് വീക്ക് ആവാനുള്ള കാരണം. ക്ലിയർ ആയല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 11th ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഡിഫൈൻ ദ വുഡ്. Write the difference between softwood and hardwood. Softwood ഉം ഹാർഡ്വുഡും തമ്മിലുള്ള ഡിഫറൻസും ചോദിച്ചിട്ടുണ്ട്. വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നും പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇസ് എ സെക്കൻഡറി സൈലം അല്ലെ? സെക്കൻഡറി സൈലം ആണ്. ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ആക്ടിവിറ്റി ഓഫ് വാസ്കുലർ കാമ്പിയം ഇൻ ഡൈക്കോട്ട് സ്റ്റെം. ഡൈക്കോട്ട് സ്റ്റെമ്മില് വാസ്കുലർ കാമ്പ്യത്തിന്റെ ആക്ടിവിറ്റിയുടെ മൂലമായിട്ടുണ്ടാകുന്ന സെക്കൻഡറി സൈലത്തിനെയാണ് നമ്മൾ വുഡ് എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് വുഡ് ഉണ്ട്, സാപ്പ് വുഡും ഉണ്ട്, ഹാർഡ് വുഡും ഉണ്ട്. സാപ്പ് വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ ലൈറ്റ് കളേർഡ് വുഡാണ്. ഓൾഡ് സ്റ്റെമ്മിൽ കാണപ്പെടുന്ന ഔട്ടർ ലൈറ്റ് കളേർഡ് വുഡിനെയാണ് നമ്മൾ സാപ്പ് വുഡ് എന്ന് പറയുന്നത്. ഹാർഡ് വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ട് അല്ലെ? എന്താണ്? സെൻട്രൽ ഡാർക്ക് കളേർഡ് വുഡ് ഓഫ് എൻ ഓൾഡ് സ്റ്റെം. ഒരു ഓൾഡ് സ്റ്റെമ്മിന്റെ സെൻട്രലിൽ കാണപ്പെടുന്ന ഡാർക്ക് കളർ ആയിട്ടുള്ള വുഡിനെയാണ് നമ്മൾ ഹാർഡ് വുഡ് എന്ന് പറയുന്നത്. സാപ്പ് വുഡിന്റെ കളർ ലൈറ്റ് ആയിരിക്കും, ഹാർഡ് വുഡിന്റെ കളർ ഡാർക്ക് കളർ ആയിരിക്കും. കാരണം എന്താ? ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഗംസ്, റെസിൻസ്, ഓയിൽസ്, ടാനിൻസിന്റെ ഒക്കെ പ്രസൻസ് കാരണം അത് ഡാർക്ക് കളർ ആയിരിക്കും. ഇനി സാപ്പ് വുഡില് ലിവിങ് സെല്ലുകൾ അടങ്ങിയിട്ടുണ്ട്, എന്നാൽ ഹാർഡ് വുഡില് ലിവിങ് സെൽസ് ആബ്സെന്റ് ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇത്രയാണ് നമ്മുടെ സാപ്പ് വുഡും ഹാർഡ് വുഡും തമ്മിലുള്ള മേജർ ഡിഫറൻസ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ എല്ലാവർക്കും എല്ലാ ക്വസ്റ്റ്യൻസും ക്ലിയർ ആയെന്ന് കരുതുന്നു. ഓക്കെ, അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. നെക്സ്റ്റ് നമുക്ക് നോക്കാണ് നമ്മുടെ 10th ചാപ്റ്റർ ആണ്. ദാറ്റ് ഈസ് ദ നൈട്രജൻ മെറ്റബോളിസം. നൈട്രജൻ മെറ്റബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിൻലി നൈട്രജന്റെ ഡീറ്റെയിൽസ് ആണ് ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത് അല്ലെ? അതിന്റെ ബ്രേക്ക് ഡൗൺ, അതിന്റെ കാര്യങ്ങൾ, സൈക്കിൾ, ഇതൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് വരാൻ സാധ്യതയുള്ളത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ നൈട്രജൻ ഫിക്സേഷൻ ഈസ് ദ കൺവേർഷൻ ഓഫ്. നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന്റെ കൺവേർഷൻ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഇൻറ്റു നൈട്രേറ്റ്, അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഇൻറ്റു അമോണിയ, അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഇൻറ്റു അമിനോ ആസിഡ്സ്, ബോത്ത് A and B. നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവേർഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഇൻറ്റു ദ യൂസബിൾ ഫോം ലൈക്ക് അമോണിയ ആൻഡ് ഇവൻച്വലി ഇൻറ്റു ദ നൈട്രേറ്റ് ത്രൂ ദ ബയോളജിക്കൽ ഓർ ഇൻഡസ്ട്രിയൽ പ്രോസസ്. ബയോളജിക്കൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിലൂടെ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ യൂസ്ഫുൾ ആയിട്ടുള്ള അമോണിയയും നൈട്രേറ്റുകളുമായിട്ട് മാറുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഏതായിരിക്കും? ബോത്ത് A and B ആയിരിക്കും അല്ലെ? നൈട്രജൻ നൈട്രേറ്റ് ആയിട്ടും അമോണിയ ആയിട്ടും മാറുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ദ നൈട്രജൻ കണ്ടന്റ് ഓഫ് ദ ബയോസ്ഫിയർ റിമൈൻസ് കോൺസ്റ്റന്റ് ബിക്കോസ് ഓഫ്. എന്തുകൊണ്ടാണ് ബയോസ്ഫിയറിലെ നൈട്രജൻ കണ്ടന്റ് കോൺസ്റ്റന്റ് ആയിരിക്കുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ നൈട്രജൻ സൈക്കിൾ, സെക്കൻഡ് ഓപ്ഷൻ നൈട്രജൻ ഫിക്സേഷൻ, തേർഡ് ഓപ്ഷൻ ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ, ഫോർത്ത് ഓപ്ഷൻ അബ്സോർപ്ഷൻ ഓഫ് നൈട്രജൻ. നൈട്രജൻ സൈക്കിൾ എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടാണ് നമ്മുടെ ബയോസ്ഫിയറിലെ നൈട്രജന്റെ അളവ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുന്നത്. Therefore correct option A ആണ്, that is the nitrogen cycle. Next question. Define the nitrogen fixation. Distinguish between biological and abiological nitrogen fixation. എന്താണ് നൈട്രജൻ ഫിക്സേഷൻ? അബയോളജിക്കൽ ആൻഡ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മൾ പറഞ്ഞു നൈട്രജൻ ഫിക്സേഷൻ എന്താണ്? കൺവേർഷൻ ഓഫ് എ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഓർ മോളിക്കുലാർ നൈട്രജൻ ടു അമോണിയ ആൻഡ് നൈട്രേറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് ആണുള്ളത്, ബയോളജിക്കൽ ഉണ്ട്, അബയോളജിക്കൽ ഉണ്ട്. ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ലിവിങ് സെൽസ്.
ലിവിങ് സെൽസിന്റെ പ്രസൻസിലോ അല്ലെങ്കിൽ ലിവിങ് സെൽസിലോ നടക്കുന്ന നൈട്രജൻ ഫിക്സേഷനെയാണ് നമ്മൾ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത്. എന്നാൽ അബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് എ ലിവിങ് സെൽ, ഒരു ലിവിങ് സെൽസിന്റെ പ്രസന്റ് ഇല്ലാതെ നടക്കുന്ന നൈട്രജൻ ഫിക്സേഷനെയാണ് നമ്മൾ അബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഫിഫ്ത് ക്വസ്റ്റ്യൻ നോക്കാം. Name the enzyme that help in nitrogen fixation in living cells and which gas prevent the nitrogen fixation. ഏത് എൻസൈംസ് ആണ് ലിവിങ് സെൽസിന് നൈട്രജൻ ഫിക്സേഷന് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. കൂടെ തന്നെ ഏത് ഗ്യാസ് ആണ് നൈട്രജൻ ഫിക്സേഷന് പ്രിവെന്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. നൈട്രോജീനസ് എന്ന് പറയുന്ന ഒരു എൻസൈംസ് ആണ് നൈട്രജൻ ഫിക്സേഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്സിജൻ ഗ്യാസുകളാണ് നൈട്രജൻ ഫിക്സേഷൻ പ്രിവെന്റ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് എ ആൻഡ് ബി എന്ന് പറഞ്ഞ 2 കോളംസ് തന്നിട്ടുണ്ട്. അതിൽ കണ്ടന്റുകൾ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഏതൊക്കെയാണ് എ കോളത്തിൽ തന്നിട്ടുള്ളത്? അസിറ്റോബാക്ടീരിയം, ക്ലോസ്ട്രീഡിയം, ലൈക്കൺസ്, അനാബീന. കുറച്ച് എക്സാമ്പിൾസ് ആണ് തന്നിട്ടുള്ളത് അല്ലെ. അതിൽ എന്താണ് അത്? എയറോബിക് ആണോ, അനറോബിക് നൈട്രജൻ ഫിക്സർ ആണോ, ഏത് ടൈപ്പ് നൈട്രജൻ ഫിക്സർ ആണെന്നാണ് ബി കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. അസറ്റോബാക്ടർ എന്താണ്? ഒരു എയറോബിക് നൈട്രജൻ ഫിക്സർ ആണ്. ഇന്ന് നെക്സ്റ്റ് ക്ലോസ്ട്രീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അനറോബിക് നൈട്രജൻ ഫിക്സർ. ലൈക്കൺസ് സിംബയോട്ടിക് നൈട്രജൻ ഫിക്സർ ആണ്. അനാബീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അനാബീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയറോബിക് നൈട്രജൻ ഫിക്സിംഗ് സൈനോബാക്ടീരിയം ആണ് അനാബീന എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് അസറ്റോബാക്ടറിന്റെ ഓപ്ഷൻ വരുന്നത് സെക്കൻഡ് വൺ ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് ക്ലോസ്ട്രീഡിയത്തിന്റെ ഓപ്ഷൻ വരുന്നത് ഫസ്റ്റ് വൺ ആണ്. ദെൻ തേർഡ് ലൈക്കൺസിന്റെ ഓപ്ഷൻ വരുന്നത് ഫോർത്ത് വൺ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് അനാബീനയുടെ ഓപ്ഷൻ വരുന്നത് തേർഡ് വൺ ആണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെവൻത് ക്വസ്റ്റ്യൻ. ഹൗ മെനി ATP മോളിക്യൂൾസ് ആർ റിക്വയർഡ് to reduce a single molecule of nitrogen? Is there any other gas evolved during the nitrogen fixation? If yes, name the gas evolved. എത്ര ATP മോളിക്യൂൾ ആവശ്യമാണ് ഒരു സിംഗിൾ മോളിക്യൂൾ ഓഫ് നൈട്രജനെ റെഡ്യൂസ് ചെയ്യാൻ? എത്ര ATP മോളിക്യൂൾ വേണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ സമയത്ത് ഏതെങ്കിലും ഗ്യാസ് ഇവോൾവ് ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് ഏതാണെന്നാണ് ചോദിച്ചത്. 16 ATP മോളിക്യൂളുകളാണ് ഒരു സിംഗിൾ മോളിക്യൂൾ ഓഫ് നൈട്രജൻ റെഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്. ആ സമയത്ത് ഇവോൾവ് ചെയ്യുന്ന ഗ്യാസ് ഹൈഡ്രജൻ ഗ്യാസുകളായിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഏത് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ദ മോസ്റ്റ് റെഡ്യൂസ്ഡ് ഫോം ഓഫ് ഇൻഓർഗാനിക് നൈട്രജൻ? ഇൻഓർഗാനിക് നൈട്രജന്റെ ഏറ്റവും റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഫോം ഏതാണ്? വിച്ച് ഈസ് ദ മോസ്റ്റ് ഓക്സിഡൈസ്ഡ് ഫോം ഓഫ് ഇൻഓർഗാനിക് നൈട്രജൻ? ഇൻഓർഗാനിക് നൈട്രജന്റെ ഏറ്റവും റെഡ്യൂസ്ഡ് ആയിട്ടുള്ളതും ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ഫോം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏറ്റവും റെഡ്യൂസ്ഡ് ഫോം എന്ന് പറയുന്നത് NH4 ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഓക്സിഡൈസ്ഡ് ഫോം എന്ന് പറയുന്നത് നൈട്രേറ്റുകളായിരിക്കും. ക്ലിയർ ആയല്ലോ? എന്ത് ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് 2 കോളംസ് തന്നിട്ടുണ്ട്. അതിനെ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് കോളത്തിലെ നൈട്രേറ്റ് റിഡക്ടേസ് നൈട്രൈറ്റ് റിഡക്ടേസും നൈട്രോജീനിയസും 3 എൻസൈംസ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അതിന്റെ ഫങ്ഷൻസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നൈട്രേറ്റ് റിഡക്ടേസിന്റെ ഫങ്ഷൻ നൈട്രേറ്റ് റിഡക്ഷൻ ആണ്. നൈട്രൈറ്റ് റിഡക്ടേസിന്റെ ഫങ്ഷൻ എന്തായിരിക്കും? അപ്പം നൈട്രൈറ്റ് റിഡക്ഷൻ ആയിരിക്കും. അതുപോലെ നൈട്രോജീനസിന്റെ ഫങ്ഷൻ നൈട്രജൻ ഫിക്സേഷൻ ആണ്. ക്ലിയർ ആയല്ലോ? പേരിൽ തന്നെയുണ്ട്, നമുക്ക് അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയത് അല്ലെ. നൈട്രേറ്റ് റിഡക്ടേഴ്സ് നൈട്രേറ്റ് റിഡക്ഷനും, നൈട്രേറ്റ് റിഡക്ടേഴ്സ് നൈട്രൈറ്റ് റിഡക്ഷനും, നൈട്രോജീനിയസ് നൈട്രജൻ ഫിക്സേഷനും ആണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 10th ക്വസ്റ്റ്യൻ. നെയിം 2 biochemical reaction for the biosynthesis of amino acid in plants. Which group of enzyme catalyze the transamination reaction? അതായത് നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണ്? 2 ബയോകെമിക്കൽ റിയാക്ഷൻ ചോദിച്ചിട്ടുണ്ട്. എന്തിന്റെ ബയോകെമിക്കൽ റിയാക്ഷൻ? ഫോർ ദ ബയോസിന്തസിസ് ഓഫ് അമിനോ ആസിഡ് ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിലെ അമിനോ ആസിഡ്സിന്റെ ബയോസിന്തസിസിന് ആവശ്യമായിട്ടുള്ള 2 ബയോകെമിക്കൽ റിയാക്ഷൻസ് ഏതാണ്? ഓക്കെ, ആ ട്രാൻസാമിനേഷൻ റിയാക്ഷൻസ് നടക്കാൻ ആവശ്യമായിട്ടുള്ള എൻസൈം ഗ്രൂപ്പ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആ 2 പ്രോസസ്സുകൾ, ഒന്ന് റിഡക്റ്റീവ് അമിനേഷനും 2 ട്രാൻസാമിനേഷനും ആണ്. ട്രാൻസാമിനേഷന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസ് ട്രാൻസ് അമിനേസ് ആണ്. ഓക്കെ,
ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമുക്ക് നോക്കാനുള്ളത്. വളരെ ഷോർട്ട് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് നൈട്രജൻ ഫിക്സേഷൻ. ഇത്രയും കണ്ടൻസ് ഈ ചാപ്റ്ററിൽ വരുന്നുള്ളൂ. ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും പോർഷൻസ് ആണ് ബയോളജിയുടെ നോക്കുന്നത്. നമ്മൾ 3 ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്തു. ആ 3 ചാപ്റ്റേഴ്സിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ആൻസർ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വളരെ ഹാപ്പി അല്ലേ? ഇനി നമുക്ക് ഇതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ ഇവിടെ തീരുന്നില്ല, നമുക്ക് ഇനിയും ക്ലാസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ബയോളജിയിൽ ബാക്കി വരുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. തൽക്കാലം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. പുതിയ ചാപ്റ്റേഴ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, ഓൾ ദി ബെസ്റ്റ്.